നമസ്കാരം ഗുരുജി. നമസ്കാരം. ഞാൻ ഈയിടെയായിട്ട് ബ്രഹ്മലോകം അമ്പലത്തിൽ വരികയുണ്ടായി. അവിടെ പല അമ്പലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. അതിനെക്കുറിച്ച് ഒന്ന് ബാക്കി എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ബ്രഹ്മലോകം തീർച്ചയായിട്ടും മറ്റ് അമ്പലങ്ങളെക്കാട്ടിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു അമ്പലമാണ്. അതിന് പ്രധാന കാരണങ്ങൾ, ഒന്ന്, ബ്രഹ്മലോകം സ്ഥാപിച്ചത് തന്നെ നമ്മുടെ പ്രീവേദിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടാണ്. പ്രീവേദിക് എന്ന് നമ്മൾ പറയുമ്പോൾ വാമന അവതാരത്തിന് മുമ്പ്, അതായത് മഹാബലിയുടെ ഭരണകാലം വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ പ്രീവേദിക് എന്ന് പറയുന്നത്. വേദിക് എന്ന് പറയുമ്പോൾ വാമന അവതാരത്തിന് ശേഷമാണ്. നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ശ്രീ മഹാഭാരതത്തിൽ കാണുന്ന മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും വേദിക് തത്വങ്ങൾ അനുസരിച്ചിട്ടാണ് പണിതിരിക്കുന്നത്. അതായത് വാതിലുകളുണ്ട്, നട അടയ്ക്കും, നട തുറക്കും, ഇങ്ങനെയാണ് പറയാൻ. പിന്നെ മൂർത്തി ആരാധനയാണ് അവിടെയുള്ളത്. എന്നാൽ നമ്മുടെ ബ്രഹ്മലോകത്തിൽ അങ്ങനെയൊന്നുമല്ല. അവിടെ വാതിലുകളില്ല, മൂർത്തി സങ്കല്പം അവിടെയില്ല. ബ്രഹ്മദേവനാണ്, പഞ്ചമുഖ ബ്രഹ്മദേവനാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠയെങ്കിലും മറ്റുള്ള എല്ലാ പ്രതിഷ്ഠകളും ദൈവങ്ങൾ തന്നെയാണ്. അവിടെ നമ്മൾ പുൽച്ചെടി വൃക്ഷങ്ങളെ ആരാധിക്കുന്നു, നവഗ്രഹങ്ങളെ ആരാധിക്കുന്നു, നാഗദേവതകളെ ആരാധിക്കുന്നു. ഗണപതി ഭഗവാൻ, മുരുക ഭഗവാൻ, അയ്യപ്പ ഭഗവാൻ, ആഞ്ജനേയ ഭഗവാൻ, മഹാവിഷ്ണു ഭഗവാൻ, മഹാശിവ ഭഗവാൻ, സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, ശക്തി ദേവി, ഇവരെ എല്ലാം നമ്മൾ ആരാധിക്കുകയാണ്. അവരെല്ലാം ദൈവങ്ങൾ തന്നെയാണ്. ദൈവസങ്കല്പത്തിലാണ് അവിടുത്തെ ആരാധന, മൂർത്തി സങ്കല്പമല്ല. പിന്നെ മൂർത്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് നമുക്കറിയണം. പലർക്കും അറിയില്ല മൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്. മൂർത്തി എന്ന് പറയുന്നത് ജനിച്ചു മരിച്ച ഒരു ആളിൻ്റെ വിഗ്രഹം വെച്ച് ആ ആൾ എങ്ങനെ ജീവിച്ചോ അതുപോലെയുള്ള സങ്കല്പത്തിൽ ആരാധിക്കുന്നതിനാണ് നമ്മൾ മൂർത്തി എന്ന് പറയുന്നത്. ദൈവം എന്ന സങ്കല്പത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മുടെ ശ്രീ മഹാഭാരതത്തെ പറ്റി ഏറ്റവും വലിയ കുഴപ്പമെന്ന് തന്നെ ഞാൻ പറയാം. ആരാധനാ രീതിയിൽ ഇവിടെ മൂർത്തി സങ്കല്പത്തിലാണ് ആരാധന. ദൈവസങ്കല്പം വളരെ കുറവാണ്. പല അമ്പലങ്ങളിൽ ചെന്നാലും അവിടെ നമ്മളവിടെ കാണുന്ന ഒരു മൂർത്തിയാണ് കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ശബരിമല ചെന്നാൽ നമ്മൾ അവിടെ കാണുന്നത് അയ്യപ്പനെ മണികണ്ഠൻ അച്ചരപ്പത്തിലുള്ള രീതിയിൽ പോകുന്നു, ഇത് വരുന്നു. ഇതിലൊന്നും തെറ്റുണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ബ്രഹ്മലോകത്തിൽ അവിടെ ഉണ്ട്, അയ്യപ്പനുണ്ട്. പക്ഷെ അയ്യപ്പൻ ഭഗവാനാണ്, അയ്യപ്പൻ ദൈവമാണ്. മനസ്സിലായി? അതായത് ഇതിനപ്പുറത്ത് പിന്നെ ഒന്നുമില്ല. അതായത് ജനിച്ച് മരിക്കാത്ത ആള് എന്നുള്ളതാണ് ഉദ്ദേശം. ദൈവപദവി എത്തിയ നമ്മൾ പറയത്തില്ലേ മനുഷ്യനും, അതായത് പരമാത്മ ചൈതന്യത്തിൽ ചെന്ന് ചേർന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്കെടുക്കാം. അങ്ങനെയാണ് അവിടുത്തെ സങ്കല്പം. എല്ലാവരും, എല്ലാ ദൈവങ്ങളും ആ രീതിയിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ അവിടെ വാതിലുകളില്ല, കാവൽക്കാരില്ല, 24 മണിക്കൂറും തുറന്നിരിക്കുകയാണ്. അതായത് ഏപ്രിൽ 12, 2017 നമ്മളത് അമ്പലം പരിപൂർണമായി നമ്മുടെ ഇതെല്ലാം നടത്തി, കുംഭാഭിഷേകമൊക്കെ നടത്തി, പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തി എല്ലാവർക്കും വന്ന് തൊഴുന്ന സൗകര്യം തുടങ്ങിയത് ഏപ്രിൽ 12, 2017 മുതലാണ്. അത് എല്ലാ വർഷവും നമ്മളത് ആഘോഷിക്കുന്നുണ്ട്. ആ ഒരു ദിവസം ഏപ്രിൽ 12 എന്ന് പറയുന്നത് എല്ലാ വർഷവും അവിടുത്തെ നമ്മൾ വാർഷിക ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അമ്പലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വാതിലുകളില്ല, ആർക്കും വരാം. അവിടെ യാതൊരു വിധമായ അൺടച്ചബിലിറ്റി ഇല്ല. തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ അറിയത്തേയില്ല. അവിടെ ആർക്കും വരാം, ജാതി മതഭേദമന്യേ ആർക്കും അവിടെ വരാം. 24 മണിക്കൂറും വരാം. അവിടെ ചിലർ വെളുപ്പാക്കാലത്ത് വരുന്നുണ്ട്, 3 മണിക്ക് 3:30 ബ്രഹ്മമുഹൂർത്തം ക്യാച്ച് ചെയ്യാനായിട്ട് വരുന്ന ചില ഭക്തരുണ്ട്. അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുന്നു, പോകുന്നു. ഇതൊക്കെ അവിടെ അടിക്കടി സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് ബ്രഹ്മലോകം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മറ്റു പല അമ്പലങ്ങളിലും സ്ത്രീകൾക്ക് മെൻസ്ട്രുവേഷൻ പീരീഡ് ആയാൽ അവർ അമ്പലത്തിൽ കയറാൻ പാടില്ല. നമുക്ക് ബ്രഹ്മലോകത്ത് അങ്ങനെ യാതൊരു ഇതുമില്ല. അതൊക്കെ നമ്മൾ ഞാൻ ചിരിച്ചു തള്ളിയിട്ടുണ്ട്. അതൊക്കെ കാര്യം സ്ത്രീയാണ് അമ്മ, അമ്മയാണ് നമുക്ക് ജന്മം തരുന്നത്. ആ അമ്മയ്ക്ക് ഒരു നിമിഷം പോലും ഒരമ്പലത്തിലും കയറാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. അവരില്ലെങ്കിൽ നമ്മളില്ല.
അമ്മയെന്ന് പറയുന്ന ഒരു മഹാസംഭവമാണ് അമ്മ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറയുന്നത് സൃഷ്ടികർത്താവിൻ്റെ അതേ ആ ഒരു കാര്യം ഇവിടെ നിർവഹിച്ചു തരുന്ന അമ്മയാണ്. അതല്ലെന്ന് പറയാൻ ആർക്കും ആവില്ല. അമ്മയുടെ മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത് തന്നെ, ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത് തന്നെ ആ സ്ത്രീ അമ്മയാകാൻ യോഗ്യയാകുന്നു എന്ന് വിളിച്ചറിയിക്കുകയാണ്. അതില്ലെങ്കിൽ അമ്മ യോഗ്യതയാവത്തില്ല. അതെങ്ങനെയാണ് അശുദ്ധിയാകുക? അപ്പൊ ഇത് നമുക്ക് പറ്റിയ കുഴപ്പം എന്താണെന്ന് നമ്മുടെ ആൾക്കാർ ചിന്തിക്കുന്നില്ല. അച്ഛനിങ്ങനെ പറഞ്ഞു, അപ്പൂപ്പൻ ഇങ്ങനെ പറഞ്ഞു, അതും കൈവിട്ട് നമ്മളങ്ങ് പോവുകയാണ്. നമുക്കതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ തന്നെയാണ് ബ്രഹ്മലോകം സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൃഷ്ടികർത്താവ് ബ്രഹ്മദേവനാണെന്ന് പറയുന്നു. ത്രിമൂർത്തികളെ വെച്ച് ആരാധിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ആയിരങ്ങൾ പതിനായിരങ്ങൾ വർഷങ്ങളായിട്ട് ത്രിമൂർത്തി ആരാധന ആണ് നമ്മുടെ ദൈവസങ്കല്പം. അതിൽ ബ്രഹ്മ വിഷ്ണു മഹേഷ് എന്നാണ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതലേ അങ്ങനെയാണ്. ബ്രഹ്മാവ് സൃഷ്ടികർത്താവ്, വിഷ്ണു സസ്റ്റനൻസ്, ശിവൻ ഡെസ്ട്രക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ രാജ്യത്ത് വിഷ്ണുദേവന് ശിവദേവൻ ദേവിമാർക്കുമൊക്കെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ബ്രഹ്മദേവന് ക്ഷേത്രങ്ങളില്ല. ബ്രഹ്മക്ഷേത്രമെന്ന് രണ്ടു മൂന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബ്രഹ്മക്ഷേത്രമായി നമുക്ക് അംഗീകരിക്കാനും പറ്റുകയില്ല. കാരണം അതെല്ലാം 4 തലയോ 3 തലയോ ഉള്ള ബ്രഹ്മാവിനെയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. 3 തലയും 4 തലയുള്ള ബ്രഹ്മാവാണെന്ന് പറയാനും ആവില്ല. കാരണം ബ്രഹ്മാവെന്ന് പറയുന്നത് സൃഷ്ടികർത്താവാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ആരാധിച്ച് പോരുകയാണെങ്കിൽ ബ്രഹ്മാവിന് 5 തല തന്നെ ഉണ്ടായിരിക്കണം. കാരണം ബ്രഹ്മാവിൻ്റെ 5 തല എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്, 5 എലിമെന്റ്സാണ്. ഈ 5 എലിമെന്റ്സിൽ ഏതെങ്കിലും ഒരു എലിമെന്റ് ഇല്ല എങ്കിൽ, ഏതൊരു ഭൂതമില്ലെങ്കിൽ സൃഷ്ടി നടക്കുകയില്ല, പ്രപഞ്ചവുമില്ല. നമ്മളെല്ലാം പഞ്ചഭൂതാത്മകമാണെന്ന് നമ്മളും പറയുന്നു, സയൻസും പറയുന്നു. ഇതിലേതെങ്കിലും ഒരു ഭൂതമില്ലെങ്കിൽ, അത് അഗ്നി ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, വായുവില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, ജലമില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ എങ്ങനെ 3 തല 4 തല ഉണ്ട് സൃഷ്ടി നടക്കാൻ പറ്റും? അപ്പോൾ അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ തന്നെയാണ് ബ്രഹ്മലോകം സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പം ജനങ്ങൾക്കത് മനസ്സിലായി വരുന്നു. തുടക്കത്തിലൊക്കെ വളരെ വിഷമമായിരുന്നു, പാടായിരുന്നു ആൾക്കാർക്കത് ഏറ്റെടുക്കാൻ. കാരണം ഇവിടുന്നോ പൊട്ടിമുളച്ച് ഇങ്ങനെ വന്നു ഒരു സംഭവം, ഇതെങ്ങനെ ശരിയാവും? ധാരാളം പേര് അവിടെ വന്ന് എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെല്ലാം സംശയ നിവൃത്തിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രഹ്മലോകം. അതുപോലെ മരണം കഴിഞ്ഞാൽ പലയിടത്തും വിലയുണ്ട്, അമ്പലത്തിൽ കയറാൻ പാടില്ല. ഞാൻ ചോദിച്ചു, മരണമെന്ന് പറയുന്നു ജനനം പോലെ ഒരു സവിശേഷമായ ഒരു സുഹൃതമാണ് ജനനം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ്, നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറയത്തില്ലേ, ആ ആത്മാവ് വിട്ടുപോകുന്ന സമയമാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. അതെങ്ങനെ അശുദ്ധിയാവും? അപ്പോൾ അവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓടിവാ അമ്പലത്തിൽ, ദൈവത്തിൻ്റെ അടുത്ത്, സൃഷ്ടികർത്താവിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പ്രാർത്ഥിക്കുക, വിട്ടുപോയ ആത്മാവിന് ശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന്. ആ സമയത്ത് അതിന് പകരം മയിലുകൾ ദൂരെ നിൽക്കുക, ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇതെല്ലാം മാറ്റാൻ തന്നെയാണ് ബ്രഹ്മലോകം സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ നന്ദി.